SNDP യോഗത്തെ പാടെ തഴഞ്ഞ KPCC ഇതര സമുദായങ്ങളുടെ പിന്തുണയോടെ ഭരണം പിടിക്കാമെന്ന കണക്ക് കൂട്ടലിൽ പുതിയ KPCC നേതൃത്വം. ഈഴവ സമുദായത്തിന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും പിന്തുണയില്ലാതെ തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് UDF നേതൃത്വം. അതിൽ പ്രത്യേകിച്ച് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ. അതിന്റെ ഭാഗമായിട്ടാണ് SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശനെ ഒഴിവാക്കിയുള്ള പുതിയ കോൺഗ്രസ് നേതാക്കളുടെ അരമന സന്ദർശനവും പെരുന്നയിലെ NSS ആസ്ഥാന സന്ദർശനവും. വെള്ളാപ്പള്ളി നടേശന്റെ ചില വെളിപ്പെടുത്തലുകളാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രകോപനത്തിന് കാരണം. ആന്റണി KPCC പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളതായി ഒരു വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയുണ്ടായി. തങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ ശത്രുക്കളായി കാണുന്ന ശീലമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പണ്ട് മുതലേ ഉള്ളത്. എന്താണെങ്കിലും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ചങ്ങനാശ്ശേരിയിലുള്ള സീറോ മലബാർ സഭയുടെ അരമനയിൽ സന്ദർശനം നടത്തി ബിഷപ്പ് തോമസ് തറയിൽ പിതാവിന്റെ അനുഗ്രഹം വാങ്ങുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്താണ് മടങ്ങിയത്. കൂടാതെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള NSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്തിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മടങ്ങിപ്പോയത്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മധ്യ കേരളത്തിലുള്ള ക്രിസ്ത്യൻ നായർ മത നേതാക്കളെ വന്ന് കണ്ടത് പല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് അടുത്തു നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കൂടുതൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിന് ഈഴവ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. വെള്ളാപ്പള്ളിയും ഈഴവ സമുദായവും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം BJP മുന്നണിയോടും UDFനോടും പതുക്കെ അകലാൻ തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നതിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ പിന്മാറാൻ കാരണം. തന്നെയുമല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈഴവർക്കിടയിൽ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വാധീനമില്ല എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ. ഈഴവ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ നായർ വോട്ടുകൾ മുഴുവനായി തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച ഭരണം പിടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് UDF. എന്നാൽ കേരളത്തിലെമ്പാടും ഈഴവ സമുദായ അംഗങ്ങൾക്കിടയിൽ നിർണായകമായ സ്വാധീനമുള്ള വെള്ളാപ്പള്ളി നടേശനെ അവഗണിച്ച മറ്റ് സമുദായങ്ങളുടെ പിന്തുണയോടെ സംസ്ഥാന ഭരണം പിടിക്കാമെന്നുള്ള വ്യാമോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അവശേഷിക്കുമെന്ന വിലയിരുത്തലിലാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ.